എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകൾ ഒഴികെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അതായത് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ ഫോറസ്ട്രി, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് KIIM 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് ഈ ഒരു പേജിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആയുഷ് ഓർ അലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആയുഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള കോഴ്സുകളെയാണ് ഈ ഒരു ആയുഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുക. ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്, മെയിൻ അലോട്ട്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് കാണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല വിദ്യാർത്ഥികളും ഈ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിസൾട്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രൊഫൈലിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത് പറയേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു അതായത് പ്രൊഫൈലിൽ കാണിക്കുന്നതല്ല, ഈ ഒരു PDF-ൽ മാത്രമേ കാണിക്കുള്ളൂ. കാരണം ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ SMMU എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ SMEW എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ മുസ്ലിം കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി ആണെങ്കിലാണ് ഈ ഒരു MU കാറ്റഗറിയിൽ കിട്ടുക. EW എന്ന് പറഞ്ഞാൽ EWS വിഭാഗത്തിലുള്ളവരാണ്. അതുപോലെ SMVK എന്ന് പറഞ്ഞാൽ ഈ ഒരു വിശ്വകർമ്മ, അതായത് സ്റ്റേറ്റ് മെറിറ്റിലെ ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലാണ് ഈ ഒരു രീതിയിൽ SM എന്ന് പറഞ്ഞുകൊണ്ട് ഹൈഫൺ ഇട്ട് ആ ഒരു കാറ്റഗറി നെയിം കൊടുത്തിട്ടുള്ളത്. SM എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധാരണ മെറിറ്റ് റാങ്ക് ലിസ്റ്റ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതുപോലെ SMBH എന്ന് പറഞ്ഞാൽ ബില്ലാവിയാണ്, അതായത് ഈ ഒരു ആ ഒരു വിഭാഗത്തിൽ, അതായത് ബില്ലാബ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. അതുപോലെ EZ എന്ന് പറഞ്ഞാൽ EAവയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറിയുടെ ആ ഒരു ഫുൾ ഫോം, അതായത് ആ ഒരു കോട്ടയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പരാതികൾ ഇന്ന് വരെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഇന്ന് വന്ന സർക്കുലർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇന്ന് വരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൻ അലോട്ട്മെൻറ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച ശേഷം വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ട് വരുന്ന, അതായത് നിങ്ങളുടെ ഈ ഒരു മെയിൻ അലോട്ട്മെൻറ്റ് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതായത് നാളെ എന്നല്ല, പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. മെയിൻ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. സാധാരണ താൽക്കാലിക അലോട്ട്മെൻറ്റ് നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു മെയിൻ അലോട്ട്മെൻറ്റിൽ വ്യത്യാസം അധികം ഉണ്ടാവാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മുൻപ് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് ഈ ഒരു KIIM വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സൗകര്യം എന്നിവ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സർക്കുലറിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അത് വന്ന ശേഷം നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.